കുറച്ച് നാള് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു സംഭവം കാഫിർ വിവാദം. അതിപ്പോൾ വീണ്ടും കാഫിർ വിവാദം പൊങ്ങി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. ജിതിൻ ഭാസ്കർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഈ കാഫിർ വിവാദം ഇങ്ങനെ തലപൊക്കി വരുന്നു. അപ്പോൾ ഈ പറയുന്ന കാഫിർ ഈ കാഫിർ വിവാദം ഇത്ര വലിയ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണോ? ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും അവിടെ വടകരയിൽ മത്സരിക്കുന്ന സമയത്ത് അതിൻ്റെ എനിക്കൊന്ന് നിശബ്ദ പ്രചരണം നടക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്, മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നമ്മളിൽ പെട്ടവനല്ലേ, ചിന്തിച്ച് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു സാധനം പുറത്തായി. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നു, പലയിടങ്ങളിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. ശരി, നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളൊന്നും നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നില്ല. കാരണം ഇതിനകത്ത് ഏതോ ഒരു ആൾ തൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്, തങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തങ്ങളുടെ മതത്തിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉദ്ഘോഷണം എന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ പള്ളിയിലൊക്കെ വിളിച്ചു ചൊല്ലുന്ന പതിവൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത് തൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും അർത്ഥം വയ്ക്കുന്നത്. അപ്പം ഇതിങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു ഉണ്ടാകേണ്ടിയിരുന്നൊരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു എഫക്റ്റാണ് ശരിക്കും ഉണ്ടായത്. ഷാഫി പറമ്പിലിന് മുസ്ലിങ്ങളെല്ലാം കൂടി വോട്ട് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദീനിയായ ചെറുപ്പക്കാരൻ 5 നേരം നിസ്കരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മതപരമായ സാധനമുണ്ട്. അപ്പം കാഫിറായ, അപ്പം മുസ്ലിങ്ങളെല്ലാവരും ഹിന്ദുക്കളെ വിളിക്കുന്ന കാഫിർ എന്നാണ്. അപ്പോൾ കാഫിറായ ഒരു സ്ത്രീ അവർക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ടോ, നമ്മൾ ചിന്തിച്ച് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് UDF ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തിനു വേണ്ടി? വടകര എന്ന് പറയുന്നൊരു മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷാഫി നടത്തിയ ഒരു ശ്രമമാണ് ഇത്, അല്ലെങ്കിൽ ഷാഫി UDF നടത്തിയ ഒരു ശ്രമമാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം. ഇത് അത്ര ഇൻറ്റൻസിറ്റി ഉള്ള ഒരു കേസൊന്നും അല്ല. ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 10 വർഷം അകത്ത് കിടക്കാൻ പോകുന്ന ഒരു കേസും അല്ല. ഇത് വളരെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പണിഷബിൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫൈൻ അടച്ച് വെറുതെ വിടാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്നറിയാം, ഇത് UDF ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ UDF SIT അന്വേഷണം വെക്കുന്നു. UDF SIT അന്വേഷണം വെക്കേണ്ട ഒരു വലിയ കേസാണോ ഇത്? ഐ തിങ്ക് അത് അത്ര വലിയ കേസൊന്നും അല്ല. അതിനെക്കാട്ടിൽ പ്രമാദമായ എത്രയോ കേസുകൾ ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ആ കേസുകൾ അന്വേഷിക്കാൻ SIT വെക്കാത്തത്? ഇപ്പം നമുക്കറിയാവുന്ന പോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ കേസായിരുന്നു അത്. ശബരിമലയിലെ സ്വർണ്ണ മോഷണം പോയി. ആ കേസിനകത്ത് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്താത്തത്? ഇവിടെ UDF പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ സംസ്ഥാന സർക്കാർ SIT അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നേർവഴിക്ക് നടത്താൻ എന്തുകൊണ്ടാണ് UDF വിചാരിച്ചിട്ട് ഇതുവരെ നടക്കാഞ്ഞത്? അന്വേഷണത്തെ കൃത്യമായ വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ പ്രമാദമായ കേസുകൾ പലതും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആദ്യ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പേരുദോഷത്തിലാക്കിയ ഒരു കേസായിരുന്നു സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസ്. നയതന്ത്ര ചാനലിൽ 100 കിലോ സ്വർണ്ണോ മറ്റോ ഇങ്ങനെ കടത്തിയ കേസ് വന്നത്. എന്നിട്ട് ആ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അന്വേഷിക്കരുത്. NIA വരെ അന്വേഷിച്ചിട്ട് പോയ കേസാണ്. NIA ED അടക്കം അന്വേഷണം നടത്തിയ കേസാണ്. അപ്പോൾ അതും ഇവിടെ അന്വേഷിക്കപ്പെടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ അവർ ഇരുന്ന സമയത്തായിരുന്നു AI ക്യാമറ അഴിമതി ഉണ്ടായത്. AI ക്യാമറ അഴിമതിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇനിയിപ്പം അവരുടെ വിജിലൻസ് അല്ലേ? രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ AI ക്യാമറ അഴിമതി ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ മുഖ്യമന്ത്രിയും ഒരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും, അവർക്ക് അത് എന്തുകൊണ്ടാണ് SIT ഇട്ടിട്ട് അന്വേഷിച്ചൂടെ? അതിനകത്ത് ഉള്ള പ്രതിസന്ധികളെക്കുറിച്ച് അവർക്ക് അന്വേഷിക്കാം, ധൈര്യമായിട്ട് അന്വേഷിക്കാം. CMRL ഇപ്പം ED കേസിലിരിക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ AI ക്യാമറ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാം. ഈ പറയുന്ന പോലെ ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസ്. അപ്പോൾ നിരവധിയായ പ്രമാദമായ കേസുകൾ വേറെ കിടക്കുക. അവർക്ക് അന്വേഷിച്ച് ശരിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് റിസൾട്ട് എടുത്തിടാൻ കഴിയുന്ന തരത്തിലുള്ള കേസുകൾ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തെളിയിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെയാണ് SIT അതല്ലേ ചെയ്യേണ്ടത്. ഈ കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ പുറകിന് പോകേണ്ട ആവശ്യം എന്തുവാ?
അവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പിടിക്കുന്നു, DYFIയുടെ യൂണിറ്റോ അങ്ങനെ എന്തോ ഒരു മേഖലാ കമ്മിറ്റിയിൽ അങ്ങോട്ടുള്ള ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇതിന് മുൻപ് നമുക്കറിയാം ഇത് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നൊരു സാധനത്തിലങ്ങ് അവസാനിക്കും. ഇതിനു മുമ്പ് ഒരാളെ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പിടിക്കപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെയാണ് പിടിക്കപ്പെട്ടത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ വ്യാജ പേര് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ശൈലജ ടീച്ചറിനെതിരെ വ്യാജ എന്താ പറയുക ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പോകുന്ന നടപടിക്രമം സ്വീകരിക്കുകയുണ്ടായി. അതായത് വീഡിയോ കൊണ്ടുവന്നു. അത് മുസ്ലിങ്ങളെയെല്ലാം കുറ്റം പറയുന്നു ടീച്ചർ. മുസ്ലിങ്ങളാണ് ഇവിടുത്തെ തീവ്രവാദികൾ എന്ന് ശൈലജ ടീച്ചർ പറയുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോകൾ കേരളത്തിൻ്റെ എമ്പാടും പ്രചരിപ്പിച്ചു. പിന്നെ ടീച്ചറുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തുകൊണ്ട് വീഡിയോകൾ കേരളത്തിലെമ്പാടും പ്രചരിപ്പിച്ചു. അതെന്താ തെറ്റായിരുന്നില്ലേ? അതല്ലേ ഏറ്റവും വലിയ തെറ്റ്? അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചു. ആദ്യത്തെ തെറ്റ്, അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി മോഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ ഈ സാധനങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് തെറ്റല്ലേ? ശൈലജ ടീച്ചർ അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ശൈലജ ടീച്ചറിൻ്റെ വ്യാജ വീഡിയോ ഉണ്ടാക്കി എല്ലാ അല്ലെങ്കിൽ ആ വടകരയിലുള്ള സകലമാന ഗ്രൂപ്പുകളിലും തട്ടി. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് അന്ന് അവന് കിട്ടിയ ആ പടം 15,000 രൂപ എങ്ങാണ്ടാണ് കോടതി ശിക്ഷിച്ചു. ആ പിടിച്ചു തന്നപ്പോൾ മുസ്ലിം ലീഗുകാരനാണ്. അപ്പം ഇത് ചെയ്തതിന് അപ്പം കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വലിയ കാര്യമാണോ? അതൊരു വലിയ കാര്യമേ അല്ല. എനിക്ക് തോന്നുന്നു അതൊരു വലിയ കേസായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇവിടെ തൃപ്പൂണിത്തുറയിൽ ബാബു എങ്ങനെയാണ് കഴിഞ്ഞ തവണ ജയിച്ചത്? തവണയിൽ അതിന് മുമ്പ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണല്ലോ തൃപ്പൂണിത്തുറയിൽ ജയിച്ചത് ബാബു. എങ്ങനെ സംഭവിച്ചു? അതിൽ കൃത്യമായി പറഞ്ഞാൽ അന്ന് വോട്ടേഴ്സ് സ്ലിപ്പിൽ പോലും അന്ന് എനിക്കൊന്ന് KS രാധാകൃഷ്ണനായിരുന്നു തോന്നുന്നു. അത് അന്ന് അദ്ദേഹത്തിനെതിരായി മത്സരിച്ച് BJP സ്ഥാനാർത്ഥി. അദ്ദേഹം പറഞ്ഞു ഇനി മേലാൽ ഞാൻ മത്സരരംഗത്തേക്കില്ല, മത്സര രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്ന് പുള്ളി പറയുന്നൊരവസ്ഥയുണ്ടായി. കാരണം എന്താ, അവിടെ BJPയും പിന്നെ കോൺഗ്രസും തമ്മിൽ ഒത്തുകളിച്ചു. അതിൽ വോട്ടേഴ്സ് സ്ലിപ്പിൽ പിന്നെ അയ്യപ്പൻ്റെ പടം വെച്ച് പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഒരു വലിയ കളി അവിടെ കളിച്ചിരുന്നു. അപ്പം വോട്ട് പിടിക്കാൻ വേണ്ടി മതചിഹ്നങ്ങളെയും മതങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു ശീലം UDF നേരത്തെ തുടങ്ങി വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം 2021 തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ്. അപ്പം ഇതെന്താ തെറ്റല്ലേ? ഇവിടെ കേരളത്തിലേക്ക് വന്നു നിന്നിട്ട് പിന്നെ ഏതൊരു രാഷ്ട്രീയക്കാരനെ പ്രസംഗിക്കുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താ? നരേന്ദ്രമോദി ഇനി കേരളത്തിൻ്റെ കാറ്റടിച്ചാൽ വാളയാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ എല്ലാം ആദ്യം പറഞ്ഞ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയും. എന്താ കാരണം? അവിടെ മതത്തെ ഉപയോഗിക്കുകയാണ്. പൊളിറ്റിക്സിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ഇയാൾ വന്നപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? പോറ്റിയെ കയറ്റിയത് അക്ഷരാർത്ഥത്തിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ്, അല്ലേ? സോണിയാഗാന്ധിയാണ്. അതറിയാമായിരുന്നിട്ട് കൂടി ഇവിടുത്തെ കുറെ മണ്ടൻ കോൺഗ്രസ്സുകാർ എഴുതി കൊടുക്കുന്ന രീതിയിൽ വന്നിട്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ശരണം വിളിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പോലും കേരളത്തിൽ വന്നു നിന്നിട്ട് പ്രസംഗിക്കുന്നത്. അപ്പം പൊളിറ്റിക്സിലെ മതം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്നിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പം മതം വേഴ്സസ് അല്ല, മതം പ്ലസ് ഈ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അധപ്പതിച്ചു പോയി. അതിൻ്റെ ഒരു തുടർചലനമാണ് ഈ പറയുന്ന 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ഷാഫിയെ എടുത്ത് ഉയർത്തുന്നത്. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഈ കേസ് ഇപ്പോൾ ഷാഫിക്ക് ഉണ്ടാക്കാൻ പോകുന്നൊരു മൈലേജ് ഉണ്ട്. ഷാഫി പറമ്പിൽ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിയുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു, അതിനുശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നൊരു പേര് നമ്മൾ കേൾക്കുന്നതേ ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര നാളായി ഷാഫി പറമ്പിലിൻ്റെ പേര് നമ്മൾ കേട്ടിട്ട്. ഷാഫി പറമ്പിൽ ഇടയ്ക്ക് ഈ പിന്നെ സത്യപ്രതിജ്ഞാ വേദിയിൽ വന്നിട്ട് മദ്യപിച്ച് മതോന്മത്തനായി കാറിൽ കയറി പോകുന്നതിൻ്റെ ഒരു സീൻ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് പല വെർഷൻസ് വന്നു. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു. അതല്ല, ഏറെ നേരം അവിടെ സ്ട്രെയിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറഞ്ഞാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വാട്ടവർ, നമുക്കറിയില്ല എൻ്റെ വസ്തുത. മദ്യപിക്കാതിരിക്കുകയോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അത് ഇന്നത്തെ കാലത്ത് മദ്യപിക്കുന്ന ഒരു തെറ്റായി കാണുന്ന ഒരാളൊന്നുമല്ല. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു ഇമേജ് ലോസായി നിൽക്കുന്ന ഒരു സമയമായത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറും വിശ്വസ്തനായി ഒരേ പാറ്റേണിലുള്ള ഉടുപ്പ്, ഒരേ പാറ്റേണിലുള്ള മേക്കപ്പ്, ഇതെല്ലാം ഇട്ട് ഒരേ പാറ്റേണിലുള്ള താടി, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളാണെങ്കിൽ പിന്നെ പെണ്ണ് കേസിൽപ്പെട്ട് പുറത്തായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം. ഇവിടെ ഷാഫി പറമ്പിലിൻ്റെ ഉറ്റ ചങ്ങാതിന്ന് ശിഷ്യൻ എന്നൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ആ നിലയിൽ സ്വന്തം അനിയൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതോടുകൂടി ഷാഫി ഇങ്ങനെ മാറിയിരിക്കുക. പിന്നെ ഷാഫിയുടെ വലിയ ആഗ്രഹം KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് വലിയൊരു ആഗ്രഹം ഷാഫിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതും പൊളിഞ്ഞു.
അതും പൊളിഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പൊതുശത്രുവായ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്നത് വി ഡി സതീശൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു, ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളവാകുമെന്ന് പറഞ്ഞാൽ രാഹുൽ ചീഞ്ഞു വി ഡി സതീശന് വളവായി എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു പിന്നെ എന്താ പറയുക, ഒരു തനിക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റിയൊരു വ്യക്തിയല്ല എന്നൊരു തോന്നൽ വി ഡി സതീശൻ്റെ കാര്യത്തിൽ പിന്നെ ഷാഫി പറമ്പിലിനുണ്ട്. അപ്പം ഷാഫി പറമ്പിലിന് ഇപ്പോൾ ഷൈൻ ചെയ്യാൻ പറ്റിയ യാതൊരു ഇതും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് SIT കൃത്യമായിട്ട് ഷാഫിക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു വഴി മരുന്നിട്ട് കൊടുത്തത്. അപ്പോൾ അത് ആസ്വദിക്കട്ടെ, മുന്നോട്ട് പോട്ടെ. പക്ഷേ എന്നിരുന്നാലും ഈ കേസ് അത്ര വലിയ കേസൊന്നുമില്ല. ഈ പറയുന്ന ചെറുപ്പക്കാരൻ കൂടുതൽ കാലമൊന്നും അകത്ത് കിടക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം.